ഇന്ന് രാത്രി എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഒരു ക്രിസ്മസ് സന്ദേശവുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുവാൻ എനിക്കിങ്ങനെ ഈ അവസരം ഒരുക്കിയ ഈ ചാനലിലെ ഉത്തരവാദിത്തപ്പെട്ടവരുള്ള നന്ദി ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കട്ടെ. ലോകം മുഴുവൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസത്തിലാണ് ഞാൻ നിങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ പള്ളികളിലും ഇന്ന് രാത്രി പ്രാർത്ഥനകൾ നടക്കുന്നു. എല്ലാ വീടിൻ്റെയും കോണുകളിലേക്ക് ക്രിസ്മസ് സന്ദേശവുമായിട്ട് കരോൾ സംഘങ്ങൾ കടന്നു വരുന്നു. അങ്ങനെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് സന്ദേശം രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു സന്ദേശവുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുവാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. 2-3 ചിന്തകൾ ഇന്ന് രാത്രി ക്രിസ്മസിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഒന്നാമതായിട്ട്, എന്താണ് ക്രിസ്മസ്? ക്രിസ്മസിന് ഒരു ഡെഫിനിഷൻ ഞാനോ മറ്റാരെങ്കിലുമോ പറയേണ്ടതില്ല. എന്താണ് ക്രിസ്മസ് എന്ന് കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ ദൂതന്മാർ വന്ന് ആട്ടിടയന്മാരോട് പറയുന്നു എന്താണ് സുവിശേഷം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. ദൂതൻ ഇടയന്മാരോട് പറഞ്ഞ വാചകം ക്രിസ്മസ് എന്നത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. ഈ രാത്രിയിൽ വീടുകളിലും തെരുവോരങ്ങളിലും ദീപങ്ങൾ അലങ്കരിച്ചുകൊണ്ട്, ലൈറ്റുകൾ തെളിച്ചുകൊണ്ട്, വീടിന്റെ കോണുകളിൽ നക്ഷത്രങ്ങൾ തൂക്കിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എന്താണ് ക്രിസ്മസ് എന്ന് അറിയാം. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ വിദ്വാൻമാരോട് പറയുമ്പോൾ ഇങ്ങനെ ഒരു വാചകം പറയുന്നുണ്ട്: നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. നമ്മുടെ വീടിന്റെ കോണുകളിലും തെരുവോരങ്ങളിലും കാണുന്ന നക്ഷത്രം കണ്ടിട്ട് എത്ര പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട്? ഓർക്കണമേ, നക്ഷത്രം കണ്ടതുകൊണ്ട് വിദ്വാൻമാർ സന്തോഷിച്ചപ്പോൾ നാം ഇന്ന് കോണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രം നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്. ഈ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കണം. അടുത്ത ചോദ്യം ഇതാണ്: സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്മസ് എങ്കിൽ ആ മഹാസന്തോഷം ഈ ക്രിസ്മസ് തലേന്ന് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ സന്തോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ, നക്ഷത്രം കാണുമ്പോൾ ആ സന്തോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ, ഈ ക്രിസ്മസ് ദിനത്തിൽ സർവജനത്തിനുമുള്ള മഹാസന്തോഷം ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ് കാരണം? നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് വചനം പറയുന്നത്. അവിടെ ദൂതന്മാർ ഏറ്റുപാടുന്ന ഒരു കാര്യമുണ്ട്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഓർക്കണമേ, ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് ക്രിസ്മസ് ദിനത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. എന്താണ് ക്രിസ്മസ് ദിനത്തിലെ ഇത്ര വലിയ സമാധാനത്തിന്റെ രഹസ്യം? മറ്റൊന്നുമല്ല, ലോകത്തിന് ഒരു രക്ഷകൻ ഉണ്ടായിരിക്കും. ലോകത്തിന് എന്തിനാണ് രക്ഷകൻ ഉണ്ടാകേണ്ടത്? സകല മനുഷ്യരും പാപികളായി കഴിയുന്നു. പാപത്തിൽ കഴിയുന്ന ജനം പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ നിഴലിൽ കഴിയുന്നു. അപ്പോൾ മരണത്തിന്റെ കരാളഹസ്തത്തിൽ നിന്നും, മരണത്തിന്റെ നിഴലിൽ നിന്നും ഒരു രക്ഷയുണ്ടാകുന്നതാണ് രക്ഷകനിലൂടെ ലോകത്തിന് കിട്ടുന്ന സമാധാനം. മരണത്തിന്റെ ഭീതിയിൽ കിടന്ന ജനം
മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസം ഉള്ളിലുണ്ടാകുന്നതാണ് ക്രിസ്മസിന്റെ സമാധാനം എന്ന് പറയുന്നത്. അപ്പൊ ആ രക്ഷകനെ കാണുവാനുള്ളതായിരിക്കുന്ന യാത്രയിൽ അവർക്ക് നക്ഷത്രം ഒരു വഴികാട്ടിയായി മാറി. അവർക്ക് വഴിയറിയത്തില്ല. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി ഒരുവൻ പിറന്നിരിക്കുന്നു, അവൻ എവിടെയാണ്? ഹെരോദാവിനറിയില്ല. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ അങ്ങനെ ഒന്നും ജനിച്ചിട്ടില്ല. അടുത്തത് നമ്മൾ കാണുന്നത്, അവിടെ ഉണ്ടായിരുന്ന മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു. കാരണം മഹാപുരോഹിതന്മാർക്ക് പള്ളിയിലെ പാപസംബന്ധമായ യാഗവുമായിട്ട് ബന്ധമുണ്ട്. ഒരുപക്ഷെ അവർക്കറിയാം. അടുത്തത് ശാസ്ത്രിമാർ. അവരാണ് പുസ്തക സംബന്ധമായ ന്യായപ്രമാണ സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ. അവർക്കറിയാം. അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമിലാണ് കാര്യം അറിഞ്ഞു. അപ്പോ ആ യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമിൽ എവിടെയാണ് അത് പറയാൻ അവർക്കും അറിയില്ല. ഈ രാത്രി പുസ്തകം കൈകാര്യം ചെയ്യുന്നവർക്ക് പറയാൻ കഴിയാത്ത, പള്ളി സംബന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പറയാൻ അറിയാത്ത ഒരു സന്ദേശമാണ് ക്രിസ്മസ് നൽകി തരുന്നത്. അത് രക്ഷയുടെ വഴിയാണ്. ആ രക്ഷയുടെ വഴി യേശു ക്രിസ്തുവിലേക്കുള്ള വഴിയാണ്. ഈ രാത്രി ആ യേശുവിനെ കണ്ടെത്തി ആ യേശുവിൻ്റെ വഴിയെ യാത്ര ചെയ്തുകൊണ്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യതയുടെ പ്രകാശത്തിലേക്ക് വന്നിട്ട് താങ്കൾ നാളെ പുലർച്ചെ ഒരു സന്ദേശം ലോകത്തിലെ സകല ജനത്തിനും അയക്കൂ. വാട്സാപ്പ് വഴിയോ SMS വഴിയോ മെസ്സഞ്ചർ വഴിയോ അയച്ചോളൂ. എന്താണ് ആ സന്ദേശം? ഹാപ്പി ക്രിസ്മസ്. അത് പുൽക്കൂട്ടിലുണ്ടായ ഉണ്ണിയേശുവിനെ കുറിച്ചുള്ള സന്ദേശമല്ല, മറിച്ച് താങ്കളുടെ ഹൃദയത്തിൽ തുറന്ന ഉണ്ണിയേശുവിനെ കുറിച്ചുള്ള സന്ദേശമായിരിക്കട്ടെ. ഈ രാത്രി ക്രിസ്മസിന്റെ സന്ദേശം ഞാൻ താങ്കൾക്ക് നൽകുന്നത്, ലോകരക്ഷകനായ യേശുവിനെ താങ്കൾ അറിയണം. ഈ ക്രിസ്മസ് ദിനത്തിൽ താങ്കൾക്ക് അതിന് കഴിയട്ടെ, അതിന് ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്.